കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നുള്ളത് ഇപ്പോഴ് ഗവൺമെന്റിന് ഉപരിയായി തന്നെ ഫോറസ്റ്റ് രാജ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഫോറസ്റ്റുകാരുടെ ഏത് പ്രവർത്തനവും ആരും ചോദ്യം ചെയ്യാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് എന്തും ചെയ്യാം, ആരെയും ഭീഷണിപ്പെടുത്താം, ആർക്കെതിരായും കള്ളക്കേസ് കൊടുക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം വന്നിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു നാശമെന്ന് പറയാം ഈ ഫോറസ്റ്റ് രാജ്. അത് തീർച്ചയായിട്ടും ജനങ്ങളെ ഏറെ കഷ്ടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ തൊമ്മൻകുത്തിൽ ഞാൻ പോയിരുന്നു. അവിടുത്തെ ജനങ്ങള് 10-60 വർഷമായിട്ട് അവിടെ ജീവിക്കുന്ന ജനങ്ങള് ആ പ്രദേശത്തിന്റെ ഉന്നതിക്കായിട്ട്, ഉയർച്ചയ്ക്കായിട്ട് റോഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡിന് തടസ്സം നിന്നുകൊണ്ട് ഫോറസ്റ്റുകാർ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അവര് റോഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, റോഡ് പണി. അതിനോട് അനുബന്ധിച്ച് തന്നെ അവിടെ ഒരു വ്യക്തിയുടെ സ്ഥലത്ത്, ആ സ്ഥലം അവര് പള്ളിക്ക് ദാനം ചെയ്തതാണ്, 5 സെന്റ് സ്ഥലം. അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നു. ആ കുരിശ് പിറ്റേ ദിവസം ഈ കുരിശ് സ്ഥാപിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്യുന്ന അവസരത്തിലോ ആരും ഒന്നും പറഞ്ഞില്ല. ആ കുരിശ് സ്ഥാപിച്ച പിറ്റേ ദിവസം ആരും അറിയാതെ അവര് കള്ളന്മാരെ പോലെ ഈ ഫോറസ്റ്റുകാർ വന്ന്, ഒരു ലേഡിയും ഉണ്ടായിരുന്നു കൂടെ, ആ കുരിശും അപഹാസ്യമായ രീതിയിൽ, അവഹേളനം എന്ന രീതിയിലാണ് അവിടുന്ന് ഈ JCB കൊണ്ട് എടുത്തു മാറ്റിയത്. വളരെ അപഹാസ്യമായിട്ടൊരു പ്രവൃത്തിയായിട്ട് ഞാൻ കാണുകയാണത്. കാരണം ജനങ്ങളെ ഏറെ പൂജ്യമായിട്ട് കരുതുന്ന ആ കുരിശ്, രക്ഷയുടെ അടയാളമാണ് ക്രൈസ്തവർ കുരിശ്. ആ രക്ഷയുടെ അടയാളത്തെ അവര് അവഹേളിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ കുറെ ആളുകൾ വന്നു. ഓരോ മനുഷ്യൻ പറയും, 77 വയസ്സ് അദ്ദേഹം പറയുകയാണ്, ഞാൻ 60 വർഷമായിട്ട് ജീവിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഫോറസ്റ്റുകാരെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. അവര് ഫോറസ്റ്റ് ജെണ്ട ഇട്ടിരിക്കുന്നത് 700 മീറ്റർ അപ്പുറമാണ്. അതിന് പുറത്തുള്ള സ്ഥലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. തൊട്ടടുത്തുള്ള സ്ഥലത്ത് പട്ടയമുണ്ട്. 30 വർഷമായിട്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിന്റെ വലിയൊരു ശാപമാണ് ഈ ഫോറസ്റ്റ് രാജ് ഇവിടെ ഉള്ളത്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ നിർവീര്യമാക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണിത്. ഗവൺമെന്റ് ഇടപെട്ടാൽ മാത്രമേ, ഈ ഗവൺമെന്റിന്റെ ഈ ഭാഗത്ത് നല്ലൊരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ അവസ്ഥ മാറുകയുള്ളൂ. ഇന്ന് ജനങ്ങൾ ഭീതിയിൽ കഴിയുകയാണ്. അത് വന്യമൃഗങ്ങളുടെ ഭീതിയേക്കാൾ കൂടുതലായിട്ട് വനപാലകരെയാണ് ആൾക്കാർ ഭയപ്പെടുന്നത്. ഈ സാഹചര്യം മാറണം. എങ്കിൽ മാത്രമേ ഇവിടെ സ്വൈര്യമായിട്ട് ജനങ്ങൾക്ക് ഭീതിയില്ലാതെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് ഇവിടെ സംജാതമാക്കിയിരിക്കുന്നു എന്ന് സാധാരണ മനുഷ്യർ പറയുന്നു. ഞാൻ ഈ അടുത്ത പ്രദേശങ്ങളിലെല്ലാം പോയിരുന്നു ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ. അവിടെയൊക്കെ ആളുകൾ കഷ്ടപ്പാടിൽ കഴിയുന്ന ജനങ്ങളെ, അതോടൊപ്പം തന്നെ ഭീതിയിൽ കഴിയുന്ന ജനങ്ങളെ എപ്പോഴാണ് ഈ ഫോറസ്റ്റുകാർ വരുന്നത് അറിയില്ല. പോലീസുകാരെക്കാളും ഭയം ഇപ്പോൾ ഫോറസ്റ്റുകാരെയാണ്. ഫോറസ്റ്റുകാർ വന്യ മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ടാണ് ജനങ്ങളോട് പെരുമാറുന്നത്. ഈ അവസ്ഥ മാറിക്കിട്ടണം. ഫോറസ്റ്റുകാരെ നിലയ്ക്ക് നിർത്താനായിട്ട് ഗവൺമെന്റ് സാധിക്കണം. എങ്കിൽ മാത്രമേ ഗവൺമെന്റ് പ്രതിച്ഛായ ഉയരുകയുള്ളൂ. അതിന് സത്വരമായ നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.